ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ പേർക്ക് അത് ബിഗിനേഴ്സിന് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നെക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നെക്ക് ഒന്നെങ്കിൽ വൈഡായി പോകും, അല്ലെങ്കിൽ അതിന് ലെങ്ത് കൂടിപ്പോവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ബിഗിനേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേര് അതെങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ഒരുപാട് ഡൗട്ടുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങൾ കാണാണ്ട് പോകുന്ന ആ ഒരു ഭാഗത്തായിരിക്കാം ഒരു മെയിനായിട്ടുള്ള പോയിന്റ് പറയുന്നത്. അപ്പോൾ അത് കാണാണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് തുണി രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് അത്രയും പോർഷൻ നമ്മൾ നമ്മുടെ ഷോൾഡർ, താഴത്തേക്ക് ആം ഹോൾ, എന്നിട്ട് ഇത്രയാണ് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത്രയും വിഡ്ത്തായിട്ട് വരും. എന്നിട്ട് താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയുള്ള വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓരോരുത്തരുടെ ഇതാണ് എന്ന് വെച്ചാൽ ഓരോ സൈസിനനുസരിച്ചാണ് നമ്മൾ നെക്കിന് വിട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട്. ഒരുപാട് ഇടുങ്ങി വൈഡായിട്ട് വേണോ, കുറച്ച് കുടുങ്ങിയിരിക്കണോ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടവും കൂടിയാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ, ഇപ്പം ഞാനൊരു 3 ഇഞ്ച് ആ ഒരു ഇതിന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയുള്ള നെക്കാണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ വേണ്ടത് എങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ 3 ഇഞ്ച് തന്നെ എടുത്തിട്ട് വരയ്ക്കും. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കുക, നമ്മൾ എന്നിട്ട് തയ്ക്കുമ്പോൾ 3 ഇഞ്ചിന് തന്നെ നമ്മൾ തുണിയിട്ട് വെട്ടി, എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ മിക്കവാറും 4 ഇഞ്ചായിരിക്കും തയ്യൽ തുമ്പ്. കൂടുതലും പേരും 4 ഇഞ്ചിനാണ്. ഇനി 1/2 ഇഞ്ചിന് തയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം 3 ഇഞ്ച് നെക്ക് നമ്മൾ എടുത്തു. അതിൻ്റെ കൂടെ ആ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വരുന്നുണ്ട്. നമ്മൾ ആ നെക്ക് എന്താ പറയുക, നമ്മൾ വെട്ടി കഴിയുമ്പോഴത്തേക്ക് 4 ഇഞ്ച് ഇറക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചും ആ ഒരു 4 ഇഞ്ചും കൂടെ ചേരുമ്പോഴത്തേക്ക് 3.25 ഇഞ്ചായിട്ട്, അതായത് ഒരു സൈഡിലാണ് 3.25 ഇഞ്ചായിട്ട് വരുന്നത്. 2 സൈഡിലും കൂടെ നമുക്ക് 6.5 ഇഞ്ചാണ് വരുന്നത്. അതായത് 3 ഇഞ്ച് വീതിയുള്ള നെക്കാണ് നമുക്ക് വേണ്ടത് മടക്കിയിടുമ്പോൾ. അതായത് 6 ഇഞ്ച് വീതിയാണ് ടോട്ടൽ വരേണ്ടത്. ഇപ്പം നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്കിത് 6.5 ഇഞ്ച് വീതിയിലാണ് വരുന്നത്. ഈ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം നമുക്കിപ്പോൾ തന്നെ വന്നു. പിന്നെ നമ്മളത് നമ്മുടെ ഡ്രസ്സ് നമ്മൾ ഇടുമ്പോഴത്തേക്കും, നമ്മുടെ ബ്ലൗസൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി അതിനുണ്ടാവും നമ്മൾ അത്രയും ഒരു വലിച്ചിലുണ്ടാകും. ആ ഒരു വലിച്ചിലും കൂടെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഒരു 6.25 ഇഞ്ചോളം നമുക്ക് കഴുത്ത് വൈഡായിട്ട് തന്നെ അതായത് 3/4 ഇഞ്ചിൻ്റെ ഏകദേശം ഒരു വൈഡ്നെസ് നമ്മുടെ നെക്കിനുണ്ടാകും. അപ്പോൾ ഇതാണ് കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത്, ഇപ്പം നമ്മൾ 3 ഇഞ്ച് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ചിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 4 ഇഞ്ച് കുറയ്ക്കുക, 2.25 എടുക്കുക. അല്ല 1/2 ഇഞ്ച് ഇട്ടിട്ടാണ് നെക്ക് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഒരു 2.5 ഇഞ്ച് നമ്മൾ എടുക്കുക. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. നെക്കിൻ്റെ വിട്ട് എടുക്കുമ്പോഴത്തേക്ക്, അതായത് നെക്കിന് വീതി എടുക്കുമ്പോഴത്തേക്കുള്ള കാര്യമാണ് പറയുന്നത്. നെക്കിന് ഇറക്കം എടുക്കുന്നത് വേറെയാണ്. അതിന് വേറൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ വിട്ട് എടുക്കുമ്പോൾ ഇപ്പം നമുക്കൊരു തയ്ച്ച് കഴിയുമ്പോൾ 3.5 ഇഞ്ച് വേണം. ഇപ്പോൾ 4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമ്മൾ 3.25 എടുത്താൽ മതി. ഇനി ഒരു പോയിൻറ്റ് കുറച്ചും കൂടെ ഒന്ന് കുറച്ചെന്ന് പറഞ്ഞാലും വിഷയമില്ല. ഇനിയിപ്പോൾ നെക്കിൻ്റെ ഇറക്കം നമ്മൾ നോക്കുക. ഇപ്പോൾ 7 ഇഞ്ച് നെക്കിന് ഇറക്കം വേണം എന്ന് വിചാരിക്കാം. നമ്മൾ തയ്ച്ച് കഴിയുമ്പം നമുക്ക് ആ 7 ഇഞ്ച് തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നെക്ക് തയ്ക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞു, ചിലർ 4 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ തയ്ക്കും, അല്ലെങ്കിൽ ചിലർ 1/2 ഇഞ്ച്. കൂടുതൽ പേരും നമ്മൾ 4 ഇഞ്ചിനാണ് തയ്ക്കുക, എന്നാൽ 1/2 ഇഞ്ചിന് തയ്ക്കുന്നവരും ഉണ്ട്. ആ ഒരു വ്യത്യാസം നമ്മളെപ്പോഴും മൈൻഡിലൊന്ന് വെച്ചേക്കണം. ഇപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ 4 ഇഞ്ചിനാണ് തയ്ക്കുന്നത്, അതുപോലെ തന്നെ ആ നെക്ക് അടിക്കുന്നതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പും പിന്നെ പ്ലസ് നമ്മൾ ഷോൾഡർ കൂട്ടുന്ന ഒരു കണക്കും കൂടെ അതിനകത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം ഷോൾഡർ ചിലർ 4 ഇഞ്ചിനായിരിക്കും ഷോൾഡർ കൂട്ടുന്നത്, ചിലർ 1/2 ഇഞ്ചിന് ഷോൾഡർ കൂട്ടും. ഇപ്പം ഞാനൊക്കെ 1/2 ഇഞ്ചിനാണ് ഷോൾഡർ കൂട്ടാറ്. അതുപോലെ തന്നെ നെക്ക് അടിക്കുന്നത് ഞാൻ 4 ഇഞ്ച് ഇട്ടിട്ടാണ് ഞാൻ അടിക്കുന്നത്. ഇപ്പോൾ പേഴ്സണലി പറയുന്നത്. അപ്പം ഓരോരുത്തർക്ക് അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോരുത്തർ ശീലിച്ച രീതിയും അതും ഇതൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട്. എങ്ങനെ നമ്മൾ എത്രയാണോ വീതി നീളം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് വെക്കുക. ഇപ്പം നോക്കിക്കണം, നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ 7 ഇഞ്ച് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഷോൾഡർ നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ, ഷോൾഡർ അടിച്ചു കൂട്ടുന്നത് നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നെക്ക് ഇപ്പം 4 ഇഞ്ചിനാണ് നെക്കും അടിച്ചു മാറ്റുന്നതെങ്കിൽ നമുക്ക് 7 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് കണ്ണും പൂട്ടി നെക്കിനെ ഇറക്കം വെക്കാനായിട്ട് പറ്റും. ഇനി 1/2 ഇഞ്ച് അടിക്കുന്നവരുണ്ട്, 1/2 ഇഞ്ച് നെക്കിനും കൊടുക്കുന്ന, അതേപോലെ തന്നെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഷോൾഡറും അടിച്ചു മാറ്റുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആ
7 ഇഞ്ച് തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഇനി എന്നെ പോലെയുള്ള ഞാനിപ്പോൾ നെക്ക് അടിക്കുന്നത് 4 ഇഞ്ചിനാണ്, ഷോൾഡർ അടിച്ച് ജോയിൻ ചെയ്യുന്നത് 1/2 ഇഞ്ചിനാണ്. നെക്ക് അടിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ നെക്കൊന്ന് മറിച്ചടിക്കാനായിട്ട് നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ടാണല്ലോ ആ ഒരു തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം എന്നെ പോലെയുള്ളവരുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം 7 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ. ഇപ്പം 7 ഇഞ്ച് ആ ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ 4 ഇഞ്ചിനാണ് നമ്മൾ നെക്ക് തയ്ക്കുന്നത്. ഇപ്പം ആ 7 ഇഞ്ച് ഇപ്പം 7 തന്നെ നമ്മളിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ആ 7 ഇഞ്ചിൻ്റെ കൂടെ ആ 4 ഇഞ്ചും കൂടെ നമ്മൾ നെക്ക് അടിച്ച് മറിക്കാനായിട്ട് ആ ഒരു തയ്യൽ തുമ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് അത് 7.25 മാറും. പിന്നെ അവത്തിൽ നിന്ന് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ചിനാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് 6.25 നമുക്കത് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 4 ഇഞ്ച് നമുക്ക് 6.25 ഇഞ്ച് നമുക്ക് ഇറക്കം കിട്ടുന്നുള്ളൂ. എന്നാൽ കറക്റ്റ് 7 ഇഞ്ച് നമുക്ക് ഇറക്കം കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ, അതായത് 4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ട് എടുക്കണം. അതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് 1/2 ഇഞ്ചിന്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്നവർ കണ്ണും പൂട്ടി ഒരു 4 ഇഞ്ച്, ഇപ്പം നമുക്ക് ഇറക്കം 7 ഇഞ്ച് വേണമെങ്കിൽ 7.25 ഇഞ്ച് എടുക്കുക, 6 ഇഞ്ച് വേണമെങ്കിൽ 6.25 ഇഞ്ച് എടുക്കുക, 5 ഇഞ്ച് മതിയെങ്കിൽ 5.25 ഇഞ്ച് എടുക്കുക. ഇങ്ങനെ ഒരു കണക്കിൽ നമ്മളെപ്പോഴും എടുത്തേക്കുക. ഇത് ഇങ്ങനെയുള്ളവരുടെ കേസിൽ മാത്രമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നെക്ക് അടിക്കുന്നത് 1/2 ഇഞ്ചിന്, ഷോൾഡറും 1/2 ഇഞ്ചിന് അടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് അതേപോലെ തന്നെ അവർക്ക് ആ നെക്കിൻ്റെ ഇറക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നെക്കിൻ്റെ ഇറക്കം അതേപോലെ തന്നെ എടുക്കാം. എന്നാൽ ഇപ്പം നമ്മൾ ഷോൾഡർ അടിക്കുന്ന 4 ഇഞ്ചിന് നെക്കും 4 ഇഞ്ചിന് അടിച്ച് മറിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവരും അതേപോലെ തന്നെ ഇറക്കം അതേപോലെ എടുത്താൽ മതി. എന്നാൽ നമ്മൾ നെക്ക് 4 ഇഞ്ചിനും ഷോൾഡർ അടിച്ച് നമ്മൾ കൂട്ടുന്നത് 1/2 ഇഞ്ചിനും ആണെങ്കിൽ ഈ ഒരു രീതിയിൽ 4 ഇഞ്ച് എപ്പോഴും ഒന്ന് കൂട്ടിയെടുക്കാം. 5 ഇഞ്ച് നെക്ക് വേണമെങ്കിൽ 5.25 എടുക്കുക, 6 ഇഞ്ച് നെക്ക് വേണമെങ്കിൽ 6.25 ഇഞ്ച് എടുക്കുക. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിടുമ്പോൾ ഒരു 4 ഇഞ്ച് കൂടി 4 ഇഞ്ച് കുറഞ്ഞു എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ നമുക്കത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു തുള്ളി കുറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് അത്രയും വിഷയമില്ല. പക്ഷെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമർ പറയുന്ന അതേ അളവിന് നമ്മളത് കൊടുക്കാനായിട്ട് ബാധ്യതയുള്ളതാണ്. അപ്പോൾ ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തയ്യൽ തുമ്പിൻ്റെ കാര്യവും അതേപോലെ ഷോൾഡർ അടിച്ചു പോകുന്ന ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഒരു കാരണവശാലും നമുക്ക് മലന്നും പോകത്തില്ല, ഒരുപാട് ഇറക്കം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത ഇപ്പം നമുക്ക് ഉണ്ടാവുമല്ലോ, സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറിൽ നിന്നോ ബ്ലൗസിൽ നിന്നോ ആണ് നമ്മൾ അളവെടുക്കുന്നതെങ്കിൽ പോലും ആ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആ കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കും നമുക്കും കിട്ടുക. അപ്പം എല്ലാവരും ഈ ഒരു മെത്തേഡ് എപ്പോഴും നമ്മൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യും. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യം എപ്പോഴും ഉണ്ടാകണം. എന്ത് ഡ്രസ്സ് തയ്ച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ഉണ്ടാകണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.